അസ്സലാമു അലൈക്കും. സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ SKSFൻ്റെ വിദ്യാഭ്യാസ വിഭാഗമായ ട്രെൻഡിൻ്റെ ഫ്യൂച്ചർ ഫെസ്റ്റിലെ ഈ സെഷനിലേക്ക് എത്തിയ പ്രിയ സുഹൃത്തുക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നു. നമ്മൾ പഠനത്തെ ഉത്സവമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. പഠിച്ചത് ജീവിതത്തിൻ്റെ ഉപകാരപ്രദമായ മേഖലകളിലേക്ക് എങ്ങനെ തുന്നിച്ചേർക്കും എന്നുള്ള ചിന്തകളും പ്രവർത്തനങ്ങളുമാണ് ഇവിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് പ്രിയപ്പെട്ട സുഹൃത്ത് റഷീദ് മോങ്ങം. സാറിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെങ്കിലും ഔപചാരികതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് സാറെ പരിചയപ്പെടാം. മാപ്പിള കലാരംഗങ്ങളിൽ ഒരു ഭാവിയുടെ വാഗ്ദാനം കൂടിയാണ്, ഒരു പ്രതീക്ഷ കൂടിയാണ് പ്രിയപ്പെട്ട റഷീദ് സാർ. അദ്ദേഹം ഭാരതീയ ലളിതകലാ അക്കാദമിയുടെ ഡോക്ടർ BR അംബേദ്കർ അവാർഡ് 2023 നേടിയ മാപ്പിള കലാരംഗത്തുള്ള ഒരു വ്യക്തി കൂടിയാണ് പ്രിയപ്പെട്ട റഷീദ് സാർ. അദ്ദേഹത്തിൻ്റെ പഠനരംഗങ്ങൾ മാപ്പിള കലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ SKSFനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സർഗലയം ഉൾപ്പെടെയുള്ള പല വിധികർത്താവായിട്ട് അദ്ദേഹം എത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ സ്കൂൾ കലോത്സവങ്ങൾ, യൂണിവേഴ്സിറ്റി കലോത്സവങ്ങൾ, ഇതിലൊക്കെ ജഡ്ജായും അദ്ദേഹത്തിൻ്റെ ഇടം പലപ്പോഴും വളരെ വ്യക്തമായി തെളിയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട റഷീദ് സാറോട് നമുക്ക് ഒരല്പസമയം കൂടിയിരിക്കാം. പാടിയും പറഞ്ഞും നിരവധി സെഷനുകളെ കേട്ടത് കൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ള ചെറിയ ഒരു എൻ്റർടൈൻമെൻറ്റിലേക്ക് നമുക്ക് പോകാം. റഷീദ് സാറെ നമ്മളോടൊപ്പം ഇരിക്കുന്നു. കൂടെ പ്രിയപ്പെട്ട സുഹൃത്ത് നിഷാദ് സാർ. ഒരല്പം കൂടെ വ്യക്തമായി ഇൻഷാ അല്ലാഹ് നിഷാദ് സാറ് റഷീദ് സാറിലേക്ക് വരും. ഞാൻ നിഷാദ് സാറിലേക്ക് മൈക്ക് കൈമാറാം. താങ്ക് യു സർ. ഈ ട്രെൻഡിൻ്റെ ഈ ഫ്യൂച്ചർ ഫസ്റ്റ് വേദിയിൽ ഒരുപാട് ഗഹനമായിട്ടുള്ള അക്കാഡമിക് ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത്, ഈ പ്രത്യേകിച്ച് ഉച്ച സമയത്ത് ഭക്ഷണം കൊതിക്കുന്ന ഈ സമയത്ത് ഒന്ന് നമ്മൾ മൈൻഡ് ഫ്രീ ആകാൻ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും അക്കാഡമിക് ചർച്ചയിലേക്ക് പോകുമ്പോൾ ഒരുപാട് കാലമായി കലാരംഗത്ത്, പ്രത്യേകിച്ച് മാപ്പിള കലാരംഗത്ത് അഗാധമായ പഠനങ്ങൾ നടത്തി മാപ്പിളപ്പാട്ടിൻ്റെ തായ്വേരുകൾ പോലും എങ്ങനെയാണ് എന്നുള്ള പഠനങ്ങൾ നടത്തി പുതിയ കാലത്ത് എങ്ങനെ പാട്ട് സമൂഹത്തെ സ്വാധീനിക്കുന്നു എന്നുള്ള തലത്തിൽ പുതിയ ഇന്നോവേഷൻസൊക്കെ നടത്തുന്ന റഷീദ് മോങ്ങൻ സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. പിന്നെ സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, പിന്നെ പാട്ട് പൊതുവെ എങ്ങനെയാണ് ഇതിൻ്റെ ഉത്ഭവം? സാർ ഇതിനെക്കുറിച്ച് നല്ല റിസർച്ചൊക്കെ നടത്തിയ ആളെന്ന നിലയിൽ എങ്ങനെയാണ് ഈ പാട്ടിൻ്റെയൊക്കെ ഉത്ഭവം എന്നറിയാൻ ഉള്ള ഒരു ആകാംക്ഷയുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി ഞാനിതിൻ്റെ സംഘാടക സമിതിക്ക് മുമ്പാകെ അറിയിക്കുകയാണ്. മുഖവുരകളുടെ ആവശ്യമൊന്നുമില്ല. രണ്ടുപേരും കൃത്യമായിട്ട് തന്നെ എന്നെ ഇവിടെ അടയാളപ്പെടുത്തി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ട്രെൻഡിൻ്റെ ഈ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ഇതിലെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നതൊക്കെ വിദ്യാഭ്യാസപരമായിട്ട് ഇനി അങ്ങോട്ട് നമ്മുടെ കാലങ്ങളുടെ കൃത്യമായ ഒരു ഘടനയും അതുപോലെ തന്നെ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒക്കെ പശ്ചാത്തലങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ആളുകളെ ഇവിടെ പരിചയപ്പെടുത്തുന്നതിനതുപോലെ തന്നെ ഒരുപാട് പല മേഖലകളിലും കഴിവ് തെളിയിച്ച ഒരുപാട് പ്രഗത്ഭ വ്യക്തിത്വങ്ങളൊക്കെ വിളിച്ചു വരുത്തി നിങ്ങൾക്ക് മുമ്പാകെ പുതിയ തരത്തിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ സമുച്ചയങ്ങളെ തുറന്നു കാണിക്കുന്ന ഒരു ചർച്ച തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേർത്ത് പറയാനുള്ളത്, ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൃത്യമായി വിദ്യാഭ്യാസം കൊണ്ട് അടയാളപ്പെടുത്തിയ ആളൊന്നുമല്ല. പക്ഷേ ഈ വേദിയിൽ ഇങ്ങനെ വന്നിരിക്കാൻ എന്നെ പ്രാപ്തമാക്കിയത് യഥാർത്ഥത്തിൽ
മാപ്പിള കല എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസം തന്നെയാണ്. അതിൻ്റെ ഒരു ധൈര്യം എനിക്ക് ഇവിടെ ദീർഘമായി പറയാനുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ധൈര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ഒന്നുമല്ലാത്ത ഇടത്ത് നിന്നാണ് മാപ്പിള കല കൊണ്ട് ഞാൻ ഈ വേദിയിൽ വന്നിരിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു അംഗീകാരവും. കാരണം 2023 വർഷത്തിലെ ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ അംബേദ്കർ പുരസ്കാരം പോലും ഞാൻ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നടത്തിയത് കൊണ്ടുള്ള കുറേ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിഷാദ് സാർ ഇവിടെ തുടക്കം തന്നെ ചോദിച്ച ഒരു കാര്യം പാട്ടുകളെ സംബന്ധിച്ച്. നമുക്കൊരു കാര്യം അറിയാം, ആകാശത്തിന് താഴെ ഭൂമിക്ക് മീതെയുള്ള എല്ലാ വിഷയങ്ങളിലും പാട്ടുകൾ കൈവച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇതിലെ ഏറ്റവും വലിയ മുഖ്യമായ ഒരു ഘടകം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തുടക്കമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പാടി നടക്കുന്നതുമാണ്. പക്ഷേ നമുക്കത് അങ്ങോട്ട് അംഗീകരിക്കാൻ വല്ലാത്തൊരു പ്രയാസമുണ്ട്. കാരണം അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ആരും പഠനം നടത്താറില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുതാപരമായ കാര്യം. കാരണം പുറമേയുള്ള ആളുകൾ, ഇപ്പോൾ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ പല ആളുകളും മാപ്പിളക്കലയെക്കുറിച്ച് അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടിനെക്കുറിച്ച് അല്ലെങ്കിൽ പാട്ടുകളെക്കുറിച്ച് പഠനം നടത്തുന്ന ഒരു സ്ഥിതിയും കൂടി ഇന്ന് നമുക്ക് മുമ്പാകെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, മഹാകവി മോയിൻകുട്ടി വൈദ്യർ സ്മാരകം മാത്രമാണ് നിലവിൽ മാപ്പിള കലകളെക്കുറിച്ച് പഠിക്കാനും അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കാനും ഒക്കെ പ്രാപ്തമായിട്ടുള്ള ഒരു സമുച്ചയം എന്ന് പറയുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിന് വലിയൊരു ലോകം ഉണ്ട് എന്നുള്ളത് ഞാൻ എൻ്റെ 6 വർഷത്തെ കഠിന പ്രയത്നത്തിലൂടെ കണ്ടെത്തി എന്നുള്ളത്. കാരണം ഒരുപാട് പാട്ടുകളുടെ വിഷയങ്ങൾ നമ്മളിങ്ങനെ നമ്മൾ കേട്ട പല പാട്ടുകളും അത് എങ്ങനെയെന്ന് നമ്മൾ ആ പാട്ടുകൾ പാടി വരുമ്പോൾ അതല്ലെങ്കിൽ അതിൻ്റെ ഇശലുകൾ പറഞ്ഞു വരുമ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലാക്കപ്പെടുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, കണ്ടെടുക്കപ്പെട്ടതിൽ നേരത്തെ നിഷാദ് സർ പറഞ്ഞിടത്ത് നിന്ന് തുടങ്ങുകയാണ്. കണ്ടെടുക്കപ്പെട്ടതിൽ ആദ്യത്തെ കൃതി എന്ന് പറയുന്നത് ഖാലി മുഹമ്മദിൻ്റെ മുഹീദ്ദീൻ മാലയാണ്. ഈ മുഹീദ്ദീൻ മാല കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു തുടക്കം ആരംഭിച്ചത്. അതിനുശേഷമാണ്, കാരണം ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, മലയാളത്തിലൊരു ലിപി സമ്പ്രദായം അന്ന് ഇല്ല എന്നുള്ളതാണ്. അതിനുശേഷമാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം വരുന്നത് പോലും 5 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം ഇതിൽ പഴക്കമുണ്ട് എന്നുള്ളത് ആ ഒരു മുഹീദ്ദീൻ മാല പാടി വരുന്ന സമയത്ത്, അതിൻ്റെ കൃത്യമായ പഠനം നടത്തുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാം. നമ്മളതൊക്കെ എല്ലാവരും, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളൊക്കെ പാടി നടക്കുന്ന പല പാട്ടുകൾ, ഇപ്പോൾ അല്ലാ തിരുപേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ഭേദാംബർ. ഇതിൻ്റെ ഇശലാണ്. ഏത് പാട്ടുകൾ എടുത്തു കഴിഞ്ഞാലും കൃത്യമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് ആ പാട്ടിൻ്റെ താളക്രമം, അതിൻ്റെ ഇശൽ ഘടനയാണ് എന്നുള്ളതാണ്. ഈ പാട്ടിൻ്റെ ഇശൽ നമുക്കറിയാം, യമൻ കെട്ട് എന്ന് പറയുന്ന ഇശൽ കൊണ്ടാണ് ആദ്യമായി പാട്ട് ആരംഭിക്കുന്നത്. അത് ഈ യമൻ കെട്ട് പഠിച്ചത് കൊണ്ടൊന്നും മാത്രമല്ല, അതിന് കൃത്യമായിട്ടുള്ള അക്ഷരങ്ങളുടെ ചേർത്ത് വെക്കലുകളാണ് ഖാലി മുഹമ്മദ് 1607 നമ്മൾ കണ്ടെടുക്കപ്പെട്ട മുഹീദ്ദീൻ മാല കൊണ്ട് അടയാളപ്പെടുത്തിയത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇതിൻ്റെ ഒരു നീണ്ട പ്രയാണം എന്നുള്ള നിലക്കാണ് ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് പോലും ആദ്യത്തെ അറബി മലയാള സാഹിത്യ പദ്യശാഖയിലുള്ള ഒരു ഗ്രന്ഥം കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയത് ഖാലി മുഹമ്മദിൻ്റെ മുഹീദ്ദീൻ മാലയോടുകൂടി. അതിനുശേഷം 5 വർഷം കഴിഞ്ഞിട്ടായിരുന്നു തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ഈ ഒരു സംസ്കാരത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരുപാട് പാട്ടുകൾ, ഇന്നിപ്പോൾ നമ്മുടെ കുട്ടികൾക്കിടയിൽ കേൾക്കുന്ന പല പാട്ടുകൾ, കുട്ടികൾ കരഞ്ഞാൽ നമ്മൾ ഇട്ടുകൊടുക്കുന്ന പാട്ട് പോലും ഇതിൻ്റെ ഇശല് പിടിച്ചു ഉണ്ടായതാണ് എന്ന് ചിലപ്പോൾ അത് പാടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, അല്ലേ? ആര് പറഞ്ഞു മ്യാവൂ, അല്ലേ? ആരാ നിങ്ങളുടെ കാത്തു എന്നോടിഷ്ടം കൂടാൻ, ആർക്കാണ് ഇഷ്ടം. കൃത്യമായിട്ട് അതിൻ്റെ ഇശലുകളെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പാട്ടിൻ്റെ താളക്രമം. അതുകൊണ്ടാണ് ആ അഭിജിത്, നമ്മൾ വൃത്തങ്ങളെയൊക്കെ പറയാറുണ്ട് കൃത്യമായിട്ട്. അറബി ബഹറുകൾ നമ്മൾ പറയാറുണ്ട്, 16 ബഹറുകൾ. ആ ബഹറുകളൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ അത് അറബി സാഹിത്യവുമായി ബന്ധപ്പെടുത്തുന്ന കൃത്യമായിട്ട് അത് മാപ്പിളപ്പാട്ടിലേക്ക് വരുന്ന സമയത്ത് അതിന് കൃത്യമായ അളവുകളും നിബന്ധനകളും വെച്ചിട്ടുകൊണ്ടാണ് പഴയ കാലത്തെ പൂർവ്വസൂരികൾ ഇത് അടയാളപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് യമൻ കെട്ട്
ആ ഇശല് കൊണ്ട് നമുക്കത് ഇശലുകളെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സംഗീതം സംവിധായകൻ്റെ അല്ലെങ്കിൽ ഇപ്പം നമ്മളെ കയ്യിൽ ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഒരു നല്ല വരി കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ അതിൻ്റെ താളക്രമം ഇപ്പോൾ എഴുതുന്ന ആൾക്ക് ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല ഞാൻ ഈ പാട്ട് എഴുതിയത് ഇന്ന ഇശലിലാണ് എന്നുള്ളത് ചിലപ്പോൾ എഴുതിയ ഒരാൾക്ക് അറിഞ്ഞോളണമെന്നില്ല. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയത് ചിലപ്പോൾ ഒരു പാട്ടിൻ്റെ ഈണം കേട്ടുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒരു താളവട്ടത്തിലായിരിക്കാം. അപ്പോൾ ഈണമായാലും താളമായാലും അതിൻ്റെ ഇശലായാലും പരസ്പര പൂരകങ്ങളായി വരുന്ന ഒരു കൃത്യമായ അടയാളപ്പെടുത്തലാണ് ഇശൽ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് യമൻ കെട്ട്, അതിൽ ഒരുപാട് ഈണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചോൻ്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. ഇതോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ പാടി നടക്കുന്ന വളരെ മനോഹരമായ പാട്ടാണ് ബാപ്പു വള്ളിപ്പറമ്പ്. ആ ബാപ്പു വള്ളിപ്പറമ്പ് തന്നെ ഇതേ ഇശല് എന്ന് പറയുന്ന സാധനം കിടക്കുന്നത് യമൻ കെട്ടാണ്. അതിൻ്റെ ഈണമാണ് കൃത്യമായ അടയാളപ്പെടുത്തുന്നത്. ഈണം മാത്രമാണ് അവിടെ ചേഞ്ച് ആയിട്ടുള്ളത്. എങ്ങനെ പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചോൻ്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. കണ്ടോ, പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചോൻ്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. എത്തി മിന്നത്താണി ഏകിക്കൊണ്ട താഴം എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം. ആര് പറഞ്ഞു മ്യാവൂ ഞാനാ നിങ്ങളുടെ കാർത്തു എന്നോടിഷ്ടം കൂടാൻ ആർക്കാണിഷ്ടം. അപ്പം ഇതിലൊക്കെയുള്ള പ്രധാനമായ ഘടകം എന്ന് പറയുന്നത് ഇശല് മാത്രമാണ്. പക്ഷെ കൂടെ ചേർത്ത് വെക്കാനുള്ളത് ഇതിൻ്റെ ആശയമാണ്. ഒരു പാട്ടിന് നമുക്ക് വേണ്ട 3 പ്രധാനമായ ഘടകമുണ്ട്. അത് ഒന്ന് രചനയാണ്, രണ്ടാമത് അതിൻ്റെ സംഗീതമാണ്, മൂന്നാമത് അതിൻ്റെ ആലാപനമാണ്, 4 പിന്നെ നമ്മളെല്ലാവരും ചേർന്നത് ആസ്വദിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നതാണ്. പക്ഷെ പാട്ടിന് കൃത്യമായിട്ട് 3 കാര്യങ്ങളേ ഉള്ളൂ. 1 രചന, 2 സംഗീതം, 3 ആലാപനം. ഈ 3 കാര്യങ്ങളിൽ സുനിശ്ചിതമായിട്ടായിരിക്കാം ഇതിൻ്റെ സംഗീതത്തിൻ്റെ ഒരു പ്രയാണം പോലും നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു പാട്ട് ഒരു വരി കിട്ടിക്കഴിഞ്ഞാൽ ആ വരി ഇപ്പോൾ കാക്ക പാറി വന്നു പാറമേലിരുന്നു കാക്ക പാറിപ്പോയി പാറ ബാക്കിയായി, ഇത് വെറും 4 വരികളേ ഉള്ളത്. കാക്ക പാറി വന്നു പാറമേലിരുന്നു കാക്ക പാറിപ്പോയി പാറ ബാക്കിയായി. ഒരു സംഗീത സംവിധായകൻ്റെ കയ്യിൽ കിട്ടിയ ഇതിൻ്റെ ആ ആശയം എന്താണോ ആ ആശയം മനസ്സിലാക്കിക്കൊണ്ട് അതങ്ങോട്ട് പാടി. ഇന്നിപ്പോൾ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് വമ്പുറ്റ ഹംസ റളിയല്ല ചാടി. ഇതിൻ്റെ ആശയം എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാതെയാണ് ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയ കയറി കിടന്ന് തുള്ളുന്നത്, അല്ലേ? ആ പാട്ടിനൊരു ഗഹനമായ ഒരു ആശയമുണ്ട്. ഇപ്പോൾ ഉണ്ടോ സഖി, എല്ലാ കല്യാണപ്പരെ പോയി കഴിഞ്ഞാലും നമ്മൾ ഉണ്ടോ സഖി കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും കയറി തുള്ളും. ഈ തുള്ളൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് OV അബ്ദുള്ള നിങ്ങൾ തുള്ളിക്കോളി എന്ന് പറഞ്ഞിട്ട് മലർ കൊടിയേ ഞാൻ എന്നാലെങ്കിലും ഈ തുള്ളൽ നിൽക്കല്ലോ എന്ന് കരുതിയിട്ട്. കാരണം അതിൻ്റെ ഒരു ആശയമുണ്ട്, അല്ലേ? ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ ഉണ്ടോ പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ മലർ കൊടിയേ. കണ്ടോ, ഞാനെന്നും കണ്ടോ ആശയം രണ്ടാണ്. മലർക്കൊടിയെ എന്ന് പാടുമ്പോൾ ശരിക്കും നമ്മളെ സംബന്ധിച്ച് എന്നാ ആയിക്കോട്ടെ ഇനി നമുക്ക് തുള്ളാം എന്നുള്ള രീതി. പക്ഷേ ഇത് രണ്ടും തുള്ളാൻ നമ്മളെ പ്രാപ്തമാക്കുന്നത് എന്താണ്? ഇതിൻ്റെ ഈണം എന്ന് പറയുന്ന സംഗതിയാണ്. ഒരു പാട്ട് എഴുതുന്ന ആൾ ഒരു ആശയം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും പാട്ട് എഴുതിയിട്ടുണ്ടാവും. എന്നാൽ നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ ഇത് പല കോലത്തിലാകുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ആശയം എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് പാട്ടുകളുടെ ഗതി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കേട്ടത് ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ ബില്ലിന് ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. മാപ്പിളപ്പാട്ടിൽ അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ചെമ്പക വിരുത്തം. ഒന്നും നമ്മൾ തമിഴ്നാട്ടിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ചെമ്പക വിരുത്തം എന്ന് പറയുന്ന ഒരു ഇശല്, ആ
ഇശൽ മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ കയ്യിൽ കിട്ടിയപ്പോൾ ആദി അന്തം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ഇശലായി മാറിക്കൊണ്ട് ഇന്ന് ആ പാട്ടിൽ നിരവധിയായിട്ടുള്ള താളത്തിൽ പാട്ട് പാടാമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഞാനൊരു തേൻകുഴൽ കസ്തൂരിവാസം പൂക്കമിഴുന്ന മാനെ ആ പാട്ട് എഴുതപ്പെട്ടത് യഥാർത്ഥത്തിൽ ആദി അന്തം ഇശൽ വെച്ചുകൊണ്ടാണ്. കാരണം 7/8 താളത്തിലാണ് അത് കൃത്യമായി ചിട്ടപ്പെടുത്തി. ഇപ്പോൾ തേൻകുഴൽ കസ്തൂരിവാസം പൂക്കമിഴുന്ന മാനെ ദേവികൾ കരശു പെറ്റ ഫാത്തിമാബി തേനേ. ഇത് നമുക്ക് ഒരു സംഗീത സംവിധായകന്റെ ആ പാട്ടിന്റെ ആശയം കൃത്യമായി അറിയുന്ന ഒരാളെ സംബന്ധിച്ച് അത് എങ്ങനെയും പാടാം. തേൻകുഴൽ കസ്തൂരിവാസം പൂക്കമഴുന്ന മാനേ ദേവികൾ കരേഷു പെറ്റ ഫാത്തിമാബി തേനേ. ആദ്യം വന്ന വഴി എങ്ങനെയാണ്? തേൻകുഴൽ കസ്തൂരിവാസം, നമ്മൾ കേട്ട് പരിചയമുള്ളത് തേൻകുഴൽ കസ്തൂരിവാസം പൂക്കമഴുന്ന മാനേ ദേവികൾ കരേഷു പെറ്റ ഫാത്തിമാബി തേനേ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. താളമായാലും ഇശലായാലും അതിൻ്റെ ഈണമായാലും പരസ്പരം ബന്ധപ്പെട്ട് രാഗം പോലും ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. കാരണം തക്കിട്ട 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 തേൻകുഴൽ കസ്തൂരിവാസം പൂക്കമഴുന്ന മാനേ ഉണ്ടോ. അതിൻ്റെ താളത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് 6/8 താളമാണ്. നമുക്കത് അങ്ങനെ പാടാം. ഇശൽ എപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ആദി അന്തം എന്നതാണ് ആ ഇശലിൻ്റെ പേര്. ഇശല് മാറിയിട്ടേ ഇല്ല. ഏതാ ഇശല്? ആദി അന്തം. കാരണം തേൻകുഴൽ കസ്തൂരിവാസം പൂക്കമഴുന്ന മാനേ 1 2 3 1 2 3 1 2 3 1 2 3 മാറിയത് താളം മാത്രമാണ്. ശരിക്കും നമ്മൾ ഒരു ഇതിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് പഠിക്കാവുന്ന സാധ്യതകളൊക്കെ ഉള്ള ഒരു മേഖലയാണ് എന്നുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ തന്നെ പറയുന്നത്. ഇനി നേരെ ഞാൻ ആ പാട്ടിൻ്റെ താളം തക്കതിമി തക്കതിമി ആ ലേബലിലേക്ക് പോകുന്ന സമയത്ത് തേൻകുഴൽ കസ്തൂരിവാസം പൂക്കമഴുന്ന മാനേണ്ടോ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 തേൻകുഴൽ കസ്തൂരിവാസം പൂക്കമഴുന്ന മാനേ തക്കതിമി കണ്ടോ. ഇതാണ് അതിൻ്റെ താളവട്ടം. ഇനി ഇത് എഴുതപ്പെട്ട ഇശലോ ആദി അന്തം ഇശല്. അത് എങ്ങനെ വന്നതാണ്? 7/8 താളത്തിലുമാണ്. ഇങ്ങനെ തേൻകുഴൽ കസ്തൂരിവാസം പൂക്കമഴുന്ന മാനേ ദേവികൾ കരേഷു പെറ്റ ഫാത്തിമാബി തേനേ തക്കിട്ട തക്കതിമി തക്കിട്ട തക്കതിമി 1 2 3 1 2 3 4. ഇതാണ് അതിൻ്റെ താളവട്ടം. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ പിന്നെ വിയൻകുട്ടി മാഷ ഇപ്പോൾ ജാതി നോക്കി തീ വെച്ചേരിച്ചതാണൻ മൺകുടിൽ ജീവനും കൊണ്ടോടിയപ്പോൾ എത്തി ഞാനീ പാതയിൽ ജാതി ഏതാണെന്നറിയാതെ തെരുവിൽ വീണ് ഞാൻ ജോലി ചെയ്യാനും ഗതിയില്ലാതെ പിച്ച തെണ്ടി ഞാൻ. ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജാതി നോക്കി തീ വെച്ചേരിച്ചതാണൻ മൺകുടിൽ ജീവനും കൊണ്ടോടിയപ്പോൾ ഞാനീ പാതയിൽ. അത് പാടുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൈയടിക്കാനൊക്കെ തോന്നും. പക്ഷെ അതിൻ്റെ ആശയത്തോട് നീതി പുലർത്താതെയാണ് അതിൻ്റെ സംഗീതം പോയിട്ടുള്ളത്. കണ്ടോ. നേരെ തിരിച്ചാൽ പോലെ തേൻകുഴൽ കസ്തൂരിവാസം ആ രീതിയിൽ ജാതി നോക്കി തീ വെച്ചെരിച്ചതാണൻ മൺകുടിൽ ജീവനും കൊണ്ടോടിയപ്പോൾ എത്തി ഞാനീ പാതയിൽ. അങ്ങനെ പാടിയാലും എന്തായി? അതിൻ്റെ ആശയത്തോട് നീതി പുലർത്താത്ത അവസ്ഥ വരും. അതുകൊണ്ടാണ് പാട്ടിനെപ്പോഴും ഇശല് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ആശയം കൃത്യമായിട്ട് സംഗീത സംവിധായകർ അടയാളപ്പെടുത്തുന്നതും നമ്മൾ ആസ്വദിക്കുന്നതും അതിന് ആശയത്തോട് നീതി പുലർത്തുന്ന സംഗീതം വരുമ്പോൾ മാത്രമാണ് എന്നുള്ളതാണ്. എങ്കിൽ തന്നെ ആ ആലാപനം നടത്തുന്ന ആളുകൾക്കും കൃത്യമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. വളരെ മനോഹരമായിട്ട് ഈ എന്താ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യാന്നൊക്കെ പറയാറില്ലേ, ഈ മാപ്പിളപ്പാട്ടിൻ്റെ ഇതിനെ വളരെ അഗാധമായി എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്തരത്തിലൊരു സെഷനിൽ എഡ്യൂക്കേഷൻ എക്സ്പോയിൽ ഈ ഒരു സെഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജോബും കരിയറും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണിത്. പിന്നെ കഴിഞ്ഞ ഒരു 2-3 വർഷം മുമ്പേ ഒരു പെൺകുട്ടി ഇപ്പോൾ SLC പരീക്ഷയിൽ ഫുൾ A+ കിട്ടിയ, +2 പരീക്ഷയിൽ ഫുൾ A+ കിട്ടിയ ഒരു പെൺകുട്ടിയായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അവൾ പറയുന്നുണ്ട്, ഞാനിപ്പോൾ പഠനം നിർത്തുകയാണ്, പാട്ടിലേക്ക് ഫോക്കസ് ചെയ്യാൻ. ജോബ് എന്നതിനേക്കാൾ ഉപരി കരിയറിലേക്ക് വരുമ്പോൾ കരിയർ എന്ന് പറയുന്നത് ഇത്തരത്തിൽ പാട്ട് കരിയർ. ഇപ്പോൾ റഷീദ് മോങ്ങത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ അച്ചീവ്മെൻറ്റ്സ് നേടിയിട്ടുണ്ട്. എന്താ ജോലി എന്ന് ചോദിച്ചാൽ ഒരു പാട്ടുകാരനാണ്, അല്ലെങ്കിൽ കരിയർ എന്താണ്? പാട്ടുകാരനാണ്. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണ് ഈ പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പാഷനായിട്ട് എടുക്കുന്ന ആളുകൾക്ക് ഇതിനെ എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. പണ്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയ സമയത്ത്
കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു, അല്ല ചെങ്ങായ പൂള കുത്താനെങ്കിലും പോയി കൂടാൻ എനിക്ക്. കാരണം ചില ആളുകൾക്ക് നമ്മളിങ്ങനെ ഈ പാട്ടുകാരെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ശരിക്കും സംഭവം ഒരു യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ ചില പാട്ടുകൾ പാടുന്ന ആളുകളെ കാണുമ്പോൾ ചില ആളുകൾക്ക് അത് വേറെ. പക്ഷേ ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ഇന്ന് 2 കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് തന്ത വൈബ്, 2 ട്രെൻഡിനൊപ്പം ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ക്രാക്ക് വെച്ചുകൊണ്ട് പാട്ട് പാടി അതൊക്കെ ട്രെൻഡിനൊപ്പമാണ്. തന്ത വൈബ് എന്ന് പറയുമ്പോൾ പഴയ കാലത്തെ കാര്യങ്ങളെ പുതിയ തലങ്ങളിൽ അവതരിപ്പിക്കുന്ന ഒരു രീതി ഇപ്പോൾ തന്ത വൈബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ 2 തലങ്ങളിലൂടെയാണ്. അപ്പോൾ ഞാൻ പൊതുവെ ചിന്തിച്ചത്, ഇപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് പല വേദികളും ഞാൻ ഈ വിദ്യാഭ്യാസം കൊണ്ട് ഇപ്പോൾ 10ാം ക്ലാസ്സിലാണെങ്കിലും 10ൽ ഞാൻ പൊട്ടിയ ആളാണ്. ഞാൻ അന്തസ്സായിട്ട് പല വേദികളിലും പറയാറുണ്ട്. പക്ഷെ അത് പൊട്ടിയെന്ന് കരുതിയിട്ട്, പക്ഷെ അന്ന് നമ്മളെ ചേർത്ത് പിടിക്കാൻ ഇതേപോലെ നല്ല അധ്യാപകരുണ്ടായതുകൊണ്ടാണ്. ഒരു അനൂപ് സർ എന്ന് പറയും. അനൂപ് സർ അദ്ദേഹം കൊറോണ സമയത്ത് മരണപ്പെട്ടു പോയി. അദ്ദേഹമൊക്കെ ഞങ്ങൾ ഒരു 3 ആളാണ് അന്ന് പൊട്ടിയത്. ഈ ആളുകളെ 3 പേരെയും ചേർത്ത് പിടിച്ചത് കൊണ്ട് ഞങ്ങൾക്കൊരു ഗുണമുണ്ടായി. കാരണം അന്ന് ഞങ്ങൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ സമയത്ത് അങ്ങനെ ഒരു അലമ്പ്, ആ സ്കൂളിൽ ചിലപ്പോൾ ഒരു നോട്ട് ബുക്ക് പോക്കറ്റിൻ്റെ ബാക്ക് തിരികിയിട്ടൊക്കെ പോകുന്ന ഒരു സന്ദർഭം ആ സമയത്ത് പോലും. പക്ഷെ പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാഷൻ ഉള്ളത് കൊണ്ട്, ഇത് പാഷനാണ്. നമുക്ക് എല്ലാ ആളുകൾക്കും, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ വിദ്യാഭ്യാസപരമായിട്ട് നന്നായി പഠിച്ചിട്ട് ജോലി നേടിയ ആളുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് എത്ര ആളുകൾക്ക് സന്തോഷത്തോടു കൂടി ജോലി ചെയ്യാൻ സാധിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ മേഖലയിൽ സന്തുഷ്ടനാണ്. കാരണം പ്രോഗ്രാമുകളായിട്ടും പാട്ട് പാടുന്ന എൻ്റെ പാഷനാണ് ഞാൻ സ്വീകരിച്ചത്. ആ പാഷൻ, ഇപ്പോൾ അധ്യാപനം എന്ന് പറയുന്നത് പാഷനായി കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. എന്നാൽ കഷ്ടിച്ച് ബാപ്പ ടീച്ചറാണ്, ഉമ്മ ടീച്ചറാണ് എന്നുള്ള നിലക്ക് എന്നാൽ മോനും ടീച്ചറാവട്ടെ എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് ചില രക്ഷിതാക്കൾ അങ്ങോട്ട് കർശനമായിട്ട് വിട്ടത് കൊണ്ട് ചില ആളുകൾ അധ്യാപനം, എന്നാൽ എനിക്ക് താല്പര്യമില്ല, നമ്മളെ തന്നെ സുഹൃത്തുക്കൾ എനിക്കിതിൽ വലിയ താല്പര്യമൊന്നുമില്ല റഷീദേ, ഞാൻ ഉമ്മയും ബാപ്പയും നിർബന്ധിച്ചുകൊണ്ട്, അങ്ങനെ നിർബന്ധിപ്പിച്ചത് കൊണ്ട് പഠിപ്പിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നിർബന്ധിപ്പിച്ചത് കൊണ്ട് ഡോക്ടറായുള്ള അങ്ങനെയൊക്കെ ആളുകളുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പറയാനുള്ളത്, നമ്മുടെ പാഷൻ എന്താണോ, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ആളെ സംബന്ധിച്ച് ഒരാളെ 3 പാഷൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ആ പാഷൻ നമ്മൾ കണ്ടെത്തിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. എനിക്ക് പഠിക്കാൻ വലിയ ഗുണമൊന്നുമില്ല ഇനി, എന്നാൽ ഞാൻ എന്ത് ചെയ്തു, പാട്ട് പാടിക്കൊണ്ടും ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടും മുന്നോട്ട് പോയത് കൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെട്ടത്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരടക്കം എന്താ ഇങ്ങനെ പറയെ തന്നെ വെറുതെ കുത്തർക്കണ്, ഞാൻ ആ കുത്തർന്നതിലൊരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഒരു നമ്മളെ പഴമയുടെ ഭാഷയിൽ ഞാൻ ആ പെരെ കുത്തർന്നതിനൊരു കാര്യം ഉണ്ടായിരുന്നു. കാരണം ഞാൻ മേഖല പോയിരുന്ന് നന്നായിട്ട് പരന്ന വായനയായിരുന്നു, നന്നായിട്ട് ഈ മേഖലയെക്കുറിച്ച്, ഇതിൻ്റെ എല്ലാ വിഷയങ്ങളെക്കുറിച്ച്. അതുകൊണ്ടാണ് 6 വർഷം ഞാൻ ഇതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു. അപ്പോൾ പാട്ട് പാടാൻ എനിക്ക് കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പിന്നാലെ കൂടിയത്. അതിപ്പോൾ എല്ലാവർക്കും പാട്ടിൻ്റെ ഘടന, അത് താളം അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു സംഗീതം ചെയ്യാൻ അറിഞ്ഞാൽ ഇത് വളരെ എളുപ്പമാവും. അല്ലെങ്കിൽ ഇശലെങ്കിലും പഠിക്കാൻ സാധ്യമായാൽ ഇത് വളരെ എളുപ്പമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ തെളിയിച്ചത്. ഞാൻ അങ്ങനെ മേലെ ഇരുന്ന് ഒരുപാട് പാട്ടുകൾ, ചരകം, സുശ്രുതം, അഷ്ടാംഗ ഹൃദയം, ഇങ്ങനെ സംസ്കൃത ഗ്രന്ഥങ്ങൾ, ഇപ്പോൾ മഹാകവി മോയിൻകുട്ടി വൈദ്യരെയാണ് ഞാൻ ചൂസ് ചെയ്തത്. മോയിൻകുട്ടി വൈദ്യരെയാണ് ഞാൻ ആദ്യം പഠിച്ചത്. മോയിൻകുട്ടി വൈദ്യർ എന്ന് പറയുന്നത് വലിയൊരു പ്രതിഭാസം, വെറുതെ മഹാകവി ആയതൊന്നുമല്ല. വൈദ്യർ നല്ല പാട്ടുകാരനായിരുന്നു, വൈദ്യർ നല്ല എഴുത്തുകാരൻ, എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച ആളാണ് മഹാകവി. ഈ വൈദ്യരെ ഫോക്കസ് ചെയ്തുകൊണ്ട്, കാരണം നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് എങ്കിൽ ഞാൻ പറയാ, നിങ്ങൾ വൈദ്യരുടെ ബദ്രുൽ മുനീർ ഹുസ്നുൽ ജമാൽ പഠിച്ചാൽ മതി. വൈദ്യർ 20ാമത്തെ വയസ്സിൽ എഴുതിയ ബദ്രുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന് പറയുന്ന പ്രണയകാവ്യം നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതിലെ ഓരോ ഇശലുകൾ എടുത്ത് കഴിഞ്ഞാൽ തന്നെ എഴുത്ത് ഏറ്റവും കൂടുതൽ സുഗമമായി നടക്കുമെന്നുള്ളതാണ്. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ തെളിയിച്ച കാര്യം. നന്നായി സംഗീതം ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഇവിടെ ഈ കൂട്ടത്തിൽ ഉണ്ട് എങ്കിൽ, രാഗങ്ങൾ 72 രാഗങ്ങളുണ്ട്, മേളകർത്താ രാഗങ്ങൾ. അതിൽ തന്നെ ജന്യരാഗങ്ങൾ 72 അതിൽ ഒരുപാട് ജന്യരാഗങ്ങളായിട്ട് ലക്ഷക്കണക്കിന് രാഗങ്ങളുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇശലുകളായാലും അടിസ്ഥാനപരമായ ഇശലുകൾ 128 പരം ഇശലുകളുണ്ട്. ഞാനിപ്പോഴും 98 ഇശലുകൾ മാത്രമേ ഞാൻ ഇത്രയും ഓടിയിട്ട് കണ്ടെത്താനായിട്ടുള്ളൂ. ഇനിയും മുന്നോട്ട് ഒരുപാട് ഇശലുകളുണ്ട്, ഇപ്പോഴും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഇതൊരുപാട് സാധ്യതകളുടെ ലോകമാണ്. ചില ആളുകൾക്കൊന്നും ഇത് വലിയ അതൊരു പാട്ടല്ല, അങ്ങനെയാണ്ട് പോയിക്കോളും എന്നുള്ള കാഴ്ചപ്പാടാണ്. ഇതിലേക്ക് ഇറങ്ങി തിരിച്ചാൽ ഞാൻ ഉറപ്പ് പറയുന്നു,
ഇതിലേക്ക് ആരെങ്കിലും ഇപ്പോൾ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ ചില ആളുകൾ ഇറങ്ങിത്തിരിക്കാറുണ്ട്, പക്ഷെ അത് അവിടെ അവസാനിപ്പിക്കും. ഇതിലേക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഒരു പാട്ട് പാടാൻ കഴിയുന്ന, അങ്ങനെ മാത്രം പറയല്ല, ഇപ്പോൾ ഇശലുകളെ കുറിച്ച് പഠനം നടത്തുന്ന അറൂലകൾ അറിയുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കൊക്കെ ഇതിൽ സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു പാട്ട് എടുത്തു കഴിഞ്ഞാൽ ആ പാട്ടിനെ എങ്ങനെയും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഇങ്ങനോടൊരു പാട്ട് പറഞ്ഞാലും എനിക്കത് ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഇശലുകൾ കൃത്യമായിട്ട് പഠനം നടത്തിയത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ നമ്മൾ വേറെ എന്തോ അത്ഭുത സിദ്ധി കൊണ്ടൊന്നും അല്ല, നമ്മൾ പഠിച്ചെങ്കിൽ മാത്രം അതിൽ ഗുണം ഉണ്ടാകുമെന്നുള്ളതാണ്. ഒരുപാട് സന്തോഷമുണ്ട്. സമയത്തിൻ്റെ പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ വളരെ ഗഹനമായി ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പാട്ടും മാപ്പിളപ്പാട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ റഷീദ് മോങ്ങം ഇവിടെ അവതരിപ്പിച്ചു. ഒരുപാട് സന്തോഷം. നമ്മുടെ വൈൻഡപ്പ് ചെയ്യാണ്. റഷീദ് ഖാൻ ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു പാട്ടോടുകൂടി നമ്മൾ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. എന്നാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടിനെ കുറിച്ച്, ശരിക്കും പാട്ടിലല്ല, ഒരു ഗഹനമായി അതിൻ്റെ ഉള്ളിലും ഒരു കാമ്പുണ്ട്. TP ആലിക്കുട്ടി ഗുരുക്കളുടെ ഒരു മനോഹരമായ ഒരു പാട്ടുണ്ട്. ഉസ്താദിൻ്റെ നാട്ടുകാരനും കൂടി, കോട്ടക്കലിനടുത്ത് എട്ടരിക്കോട് ഭാഗത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന TP ആലിക്കുട്ടി ഗുരുക്കൾ, അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായ ഒരു പാട്ട് പാടാം. ഈണത്തിനൊത്ത് കൊണ്ടിട വേണം പാട്ട് പാടിടുവാൻ, ഇഷ്ടപ്പെട്ടുള്ള താളം വേണം പാട്ടിനാടിടുവാൻ. ഈണത്തിനൊത്ത് കൊണ്ടിട വേണം പാട്ട് പാടിടുവാൻ, ഇഷ്ടപ്പെട്ടുള്ള താളം വേണം പാട്ടിനാടിടുവാൻ. കാണാത്ത കൽബകം നാണിച്ചൊളിച്ചു വെച്ച പാട്ട്, കാലുബലായത്തെന്ന ഒപ്പുശീലടിച്ച ഷീട്ട്. കാണാത്ത കൽബകം നാണിച്ചൊളിച്ചു വെച്ച പാട്ട്, ബലായത്തെന്ന ഒപ്പുശീലടിച്ച ഷീട്ട്. ഈണത്തിനൊത്ത് കൊണ്ടിട വേണം പാട്ട് പാടിടുവാൻ, ഇഷ്ടപ്പെട്ടുള്ള താളം വേണം പാട്ടിനാടിടുവാൻ. ഈണത്തിനൊത്ത് കൊണ്ടിട വേണം പാട്ട് പാടിടുവാൻ, ഇഷ്ടപ്പെട്ടുള്ള താളം വേണം പാട്ടിനാടിടുവാൻ. ഓക്കെ, താങ്ക് യു. ഏതായാലും ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട്, ഇത്രയും നേരം എന്നെ കേട്ട നിങ്ങളോടും എൻ്റെ പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.